ഹായ്, നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ നാഗാലാൻഡ് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അനിൽ, പ്രജീത്, സുമീർ, നമ്മൾ 4 പേരാണ് ഇപ്രാവശ്യത്തെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിനുള്ളത്. മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ഈ നാഗാലാൻഡ് തന്നെയാണ്. സമയമുണ്ടെങ്കിൽ മേഘാലയയിലേക്കൊന്ന് ചാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത് നോർത്ത് ഈസ്റ്റിലെ നാഗാലാൻഡിലെ ദിമാപൂർ എയർപോർട്ടാണിത്. നമ്മളിവിടെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളറിയുന്ന 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്സുകൾ അത് ഏറെക്കുറെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റീച്ചബിളാണ് ഇവിടുന്ന്. അത്രയധികം വലിയ ഒരു എയർപോർട്ടൊന്നുമല്ല, എങ്കിൽ കൂടി വളരെ ആക്സസ് ഒക്കെ ഉള്ള നല്ലൊരു എയർപോർട്ടാണ്. നമ്മൾ നേരെ സജിയേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അടിയൊന്നും കൂടി അടിക്കും. അടുത്തടി കത്തിയുണ്ട്. സ്പൂൺ എടുക്കണം. സ്പൂൺ എടുക്കും. കേൾക്കുന്നുണ്ടോ? നമ്മള് നാഗാലാൻഡില് സജിയേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സജിയേട്ടൻ നമ്മള് നന്നായിട്ട് സൽക്കരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലുള്ളത്. ഇതിലും പോലത്തെ ഒരു മത്സ്യക്കറിയാണ് ഞങ്ങള്. മത്സ്യം നോക്കിയ കറി. മത്സ്യത്തിന്റെ പേര് റോ എന്നാ പറഞ്ഞ. റോ ആണ് അല്ലേ? നാട്ടിൽ കിട്ടുന്ന പറഞ്ഞ, പക്ഷെ പേരെന്തോന്നും അറിയില്ല. പിന്നെ നല്ല ചമ്മന്തിപ്പൊടിയുണ്ട്, കിടിലം പോലത്തെ ചമ്മന്തിപ്പൊടി. നല്ല മോരുകറിയുണ്ട്, 2 അടിപൊളി അച്ചാറുണ്ട്, പിന്നെ നല്ല വറവാക്കിയിട്ടുണ്ട്. അപ്പൊ പച്ചരിച്ചോറാണ് ഇവിടുത്തെ നാഗന്മാര് സാധാരണ നാഗാലാൻഡിൽ കഴിക്കുന്നവരെല്ലാരും. അപ്പൊ നമ്മളിനിപ്പോ ഉച്ചഭക്ഷണം കഴിക്കാൻ പോട്ടോ. പൊടി. ഓക്കെ, ഇത് നമ്മളെ സജിയേട്ടൻ നാഗാലാൻഡിൽ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ വന്ന് താമസിച്ചത് ഇവിടെ തന്നെയാണ്. അപ്പോ സജിയേട്ടൻ നമ്മളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി ലഞ്ച് ഒരുക്കിയിട്ടുണ്ട്, അത് കഴിക്കാൻ പോവാണ്. നാട്ടിലെ വിശേഷങ്ങളെന്ന് പറയുന്നു. നാട്ടിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നമ്മൾ നാഗാലാൻഡ് 2 ദിവസം കറങ്ങിയിട്ട് പിന്നെ മേഘാലയയിലേക്ക് പോകുന്ന പരിപാടി. ഓക്കെ, വിഷയമില്ല. വിഷയില്ലാതെ വിഷ കഴിക്കത്തില്ലേ? വിഷ കഴിക്കത്തില്ല. വിഷ കഴിക്കും. വിഷ പൊളിച്ചടിക്കും നമ്മള്.